നെയ്ച്ചോറുണ്ടാക്കാനേ ഒരുവിധപ്പെട്ട എല്ലാവർക്കും അറിയാമായിരിക്കും. പക്ഷേ ഇത് ഇതുപോലൊന്ന് ഉണ്ടാക്കി നോക്കണം. പിന്നെ നെയ്ച്ചോറിൻ്റെ ഒരു ഫാനായി നിങ്ങൾ മാറും. ആദ്യം തന്നെ അരിയൊക്കെ ജസ്റ്റ് ഒന്ന് കുതിർത്ത് വെക്കണേ. കുതിർത്ത് വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ കുറച്ച് നെയ്യ് ഒരു പാനിലോട്ട് ഒഴിച്ചതിന് ശേഷം ഒരു സവാള കനം കുറച്ച് അരിയണം. എന്നിട്ട് നന്നായിട്ടങ്ങ് വഴറ്റിയെടുക്കണം കേട്ടോ. ഇത് നമുക്ക് ലാസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ മാത്രമാണ്. നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുത്ത് ഏകദേശം ഈ ഒരു കളർ എത്തുമ്പോഴത്തേക്കും സവാള കോരി മാറ്റണം. ഇല്ലെങ്കിൽ ഇരുന്ന് മൂത്ത് പോവും. എന്ന് വെച്ചാൽ ഒരു പാത്രത്തിലോട്ട് വെച്ചാലും അത് മൂത്ത് പോവും. ബാക്കി വന്ന നെയ്യ് കുറച്ചും കൂടി ഒഴിച്ച് അതിനകത്തോട്ട് ഒരു അര സവാള മതിയേ. അര സവാള കനം കുറച്ച് അരിഞ്ഞത് നന്നായിട്ടൊന്ന് വഴണ്ട് വരുമ്പോഴത്തേക്കും ഇതിനകത്തോട്ട് നമുക്ക് ക്യാരറ്റാണ് നീളത്തിലോ ഇഷ്ടമുള്ള രീതിയിൽ കനം കുറച്ച് ക്യാരറ്റും കൂടെ അരിഞ്ഞിടാവേ. എന്നിട്ട് ഇത് രണ്ടും കൂടെ നന്നായിട്ടൊക്കെ മിക്സ് ചെയ്യണം. എന്നിട്ട് ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞിടണം. ഒരുപാട് വലുതാവേണ്ട, പേസ്റ്റ് ആക്കുകയും വേണ്ട. ചെറുതായിട്ട് അരിഞ്ഞിട്ടതിന് ശേഷം നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് ഗ്രാമ്പൂ പട്ട അങ്ങനത്തെ സ്പൈസസ് എല്ലാം ഇടണേ. ഇട്ടതിന് ശേഷം ഒരു ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് അളവിൽ വെള്ളവും വെച്ച് ഉപ്പും കൂടി ഇട്ട് അടച്ചങ്ങ് വെക്കുക. എന്നിട്ട് ഒരു 5 മിനിറ്റ് ആവും നന്നായിട്ട് തിള വരും. ഒരു നാരങ്ങയുടെ അരമുറിയും കുറച്ചേറെ കറിവേപ്പും കൂടി ഇടണേ. കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന അരിയും കൂടി ഇട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യുക. അടച്ച് ലോ ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റ് മാത്രം വെച്ചിരുന്നാൽ മതി. നല്ല സുടുസുടാ നെയ്ച്ചോറ് റെഡിയായി കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരിക്കും. ലാസ്റ്റ് ഗാർണിഷ് ചെയ്ത ഉള്ളിയും കുറച്ച് അണ്ടിപ്പരിപ്പും ബദാമുമാണ് ഉള്ളത്. അതും കൂടി ഇട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് നമുക്ക് ഇഷ്ടം പോലെ വയറ് നിറച്ച് കഴിക്കാവേ. പെട്ടെന്നുണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ഇത്. ഒട്ടത്തി ഒരു ഭംഗിക്ക് വേണ്ടി 2 കഷ്ണം ചിക്കൻ പൊരിച്ചതും കുറച്ച് അച്ചാറും കൂടെ എടുത്തേ. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല. ബൈ. സീ യു.